ഹലോ മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേരമീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇതിനായിട്ട് ഞാൻ കേരമീൻ ചെറുതായിട്ട് കഷ്ണങ്ങളായി അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമ്മൾ മൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അച്ചാറുണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് കുറച്ചും കൂടി നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു അര സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മസാലകൾ ആഡ് ചെയ്യാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് കൊടുക്കാം. തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക, കാരണം മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി തീ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ച സ്മെല്ലെല്ലാം മാറി നല്ലൊരു മൂത്ത മണം വരും. ആ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മാറ്റി വയ്ക്കാം. ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ അരപ്പിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ഉപ്പിട്ടാണ് വറുത്തത്. അപ്പോൾ ഈ അരപ്പിന് ആവശ്യമായ ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ മീനൊക്കെ അച്ചാർ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറായിട്ട്, കാരണം ഇരിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും കുറുകി വരും ചൂടാറുന്നതിനനുസരിച്ച്. അതുകൊണ്ട് കുറച്ച് ചെറു ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഒത്തിരി ദിവസം വയ്ക്കാനാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി കേരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ഉണക്കമീൻ സ്രാവ് മീൻ അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.